നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈനീസ് സിവിലൈസേഷൻ്റെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിലീജിയൻ ആൻഡ് ഫിലോസഫി എന്ന് പറയുന്ന ഭാഗമാണ്. ചൈനീസ് സിവിലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ തോട്ട്സ്, ഫിലോസഫേഴ്സ്, ദെൻ അവിടുത്തെ റിലീജിയൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചൈനയുടെ ഒരു റിലീജിയസ് ഫിലോസഫിക്കൽ തോട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് കൺഫ്യൂഷ്യസ്. അദ്ദേഹത്തിൻ്റെ തോട്ടായിരുന്നു കൺഫ്യൂഷ്യനിസം എന്ന് പറയുന്നത്. ചൈനയിൽ ഒരു വലിയ കാലഘട്ടം നിലനിന്നിരുന്ന ഒരു ചിന്താഗതി ഇപ്പോഴും അതിനെ ഫോളോ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പല വേർഷനുകളോ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കൺഫ്യൂഷ്യസ് കൊണ്ടുവന്ന കൺഫ്യൂഷ്യനിസമാണ് ഒരു പ്രധാനപ്പെട്ട ഫിലോസഫിക്കൽ തോട്ട് എന്ന് പറയുന്നത്. കൺഫ്യൂഷ്യസ് ലൂ സ്റ്റേറ്റിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. 551 BC to 479 BC കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കൺഫ്യൂഷ്യസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഗ്രേറ്റ് ടീച്ചറായിരുന്നു. ചൈനയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഒരു ടീച്ചറായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയ വ്യക്തിയായിരുന്നു കൺഫ്യൂഷ്യസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു മിലിറ്ററി ഓഫീസറൊക്കെ ആയിരുന്നു. ദെൻ 21ാമത്തെ വയസ്സിൽ ഏജ് ഓഫ് 21 അദ്ദേഹം ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ തോട്ട്സ് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറച്ച് യങ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തോട്ട്സ് ഷെയർ ചെയ്യുകയാണ്. ഷാങ് വംശത്തിൻ്റെ ഒരു സമയത്താണ് ഈ ഒരു ഫിലോസഫിക്കൽ തോട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അദ്ദേഹം ഫിലോസഫിക്കൽ തോട്ട്സ് കൺവേ ചെയ്യാനും ടീച്ചർ എന്ന നിലയിലൊക്കെ വളരെ നല്ലതായിരുന്നെങ്കിലും ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ വളരെ ഫെയിലിയർ ആയിരുന്നു. നോട്ട് എ ഗുഡ് പൊളിറ്റീഷ്യൻ. അദ്ദേഹം ഒരു നല്ല പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, കൺഫ്യൂഷ്യസിൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്, ഒരു സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്, സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരു സ്ഥാനമുണ്ട്. പക്ഷെ അത് ഭരിക്കുന്നവരും അതുപോലെ തന്നെ ഫാമിലി തുടങ്ങിയവരെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഈ ഏതൊരു വ്യക്തിയുടെയും സ്ഥാനത്തിനെ നിർണ്ണയിക്കുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. എവ്രിവൺ ഹാസ് എ പ്ലേസ് ഇൻ സൊസൈറ്റി. ടു നോ ദിസ് പ്ലേസ് വിത്ത് റിഗാർഡ് ടു ഫാമിലി, നാച്ചർ ആൻഡ് ഗവൺമെൻറ് ഈസ് ടു ബി വൈസ് ആൻഡ് ഗുഡ്. അതായത് ഗവൺമെൻറ്, ഫാമിലി എല്ലാതും വളരെ നല്ലതും ബുദ്ധിയുള്ളതുമാണെങ്കിൽ മാത്രമാണ് ഒരു സൊസൈറ്റിയിൽ ഏതൊരു മനുഷ്യൻ്റെയും പൊസിഷൻ വിലയിരുത്താനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനൊരു പൊസിഷൻ ഉണ്ടാവുകയോ ചെയ്യുകയുള്ളൂ. അതാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത്. ലൈക്ക് ബുദ്ധിസം, നോളജ്, അറിവിന് തന്നെയാണ് കൺഫ്യൂഷ്യസും പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഇനി കൺഫ്യൂഷ്യസിൻ്റെ തോട്ട്സിൽ പ്രധാനമായിട്ടും 5 ക്ലാസിക്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിലോസഫിക്കൽ തോട്ട്സിൽ 5 ക്ലാസിക്കൽ വർക്ക്സ് ഉണ്ട്. കൺഫ്യൂഷ്യനിസം എന്ന് പറയുന്ന ഐഡിയോളജി എക്സ്പ്രസ് ചെയ്യുന്ന 5 വർക്കുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഷിങ്, CHING, ഷിങ്. അതിനെ തന്നെ ബുക്ക് ഓഫ് ചേഞ്ചസ് ഓർ ബുക്ക് ഓഫ് ഡിവിനേഷൻ എന്നാണ് പറയുക. രണ്ടാമത്തത് ഷൂ ഷിങ്, SHUCHING, ഷൂ ഷിങ് ആണ്. അതെന്ന് വെച്ചാൽ ബുക്ക് ഓഫ് ഹിസ്റ്ററി ഓർ ദ ക്ലാസിക് ഓഫ് ഡോക്യുമെന്റ്സ്. മൂന്നാമത്തെ ബുക്കാണ് ഷീ ഷിങ്, SHICHING, ബുക്ക് ഓഫ് ഓഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നാലാമത്തെ ബുക്കാണ് ലീ ചി, ദ റെക്കോർഡ് ഓഫ് റിച്വൽസ് ഓർ ബുക്സ് ഓഫ് റൈറ്റ്സ്. അഞ്ചാമത്തത് ചുൻചി, CHUN_CHIU, അത് സ്പ്രിംഗ് ആൻഡ് ഓട്ടം അനാൽസ്. ഇത്രയാണ് അദ്ദേഹത്തിൻ്റെ 5 ക്ലാസിക്കൽ ബുക്സ് എന്ന് പറയുന്നത്. ഇനി അതിൽ ആദ്യത്തെ ബുക്കായിട്ടുള്ള ഷിങ്, ബുക്ക് ഓഫ് ചേഞ്ചസ് ഓർ ബുക്ക് ഓഫ് ഡിവിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബുക്ക് പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള നമ്മുടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ എഴുതി വെക്കപ്പെട്ട കാര്യങ്ങൾ ഇതിനെയാണ് ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള കാലഘട്ടം, അതായത് എഴുതി വെച്ചിട്ടുള്ള എന്താ പറയുക, റിട്ടേൺ എവിഡൻസസ് ഇല്ലാത്തൊരു കാലഘട്ടം, പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചെഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഷിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബുക്കിനെ ഡിവൈനേഴ്സ് ഹാൻഡ് ബുക്ക് എന്നാണ് പറയുന്നത്. സംതിങ് റിലേറ്റഡ് ടു ഡിവൈൻ, പെട്ടെന്ന് അറിയാത്ത, നമുക്ക് ആർക്കും അറിയാത്തൊരു കഥ ഡിവൈൻ എന്ന് പറയുന്നത്, ഡിവൈനേഷൻ, അതിനെക്കുറിച്ചുള്ള ബുക്കാണ് ഷിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ബുക്കായ ഷൂഷിങ് എന്ന് പറഞ്ഞാൽ ഒരു സെമി ഹിസ്റ്റോറിക്കൽ, അർദ്ധ ചരിത്ര പുസ്തകം എന്നൊക്കെ നമുക്ക് പറയാം. സെമി ഹിസ്റ്റോറിക്കൽ ബുക്കാണ് ഷൂഷിങ് എന്ന് പറയുന്നത്. അത് റൂളേഴ്സ്, മിനിസ്റ്റേഴ്സ്, അങ്ങനത്തെ കുറേ കാര്യം, ഭരണപരമായിട്ടുള്ള ഭരണത്തിലിരിക്കുന്നവരുടെ കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് ഒക്കെയാണ് ഈ ഷൂഷിങ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കാണാൻ സാധിക്കുക. മൂന്നാമത്തെ പുസ്തകം ഷീഷിങ് അധികം പോംസ് ഒക്കെ ഉള്ള പുസ്തകമാണ്. ഒരു ആന്തോളജിക്കൽ വർക്കാണ്. 305 പോംസ്, അതുപോലത്തെ ഒരുപാട് നാടോടി പാട്ടുകൾ,
സെറിമണി ആചാരങ്ങളുമായി ബന്ധപ്പെടുന്ന കുറേ വാക്യങ്ങൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള പുസ്തകമാണ് ഷീഷിങ് എന്ന് പറയുന്നത്. അടുത്ത വാക്കാണ് ലീച്ചി. ലീച്ചി എന്ന് പറയുന്നത് റിച്വൽസ്, ബുക്ക് ഓഫ് റൈറ്റ്സ് ആണ്. 2nd സെഞ്ച്വറി BC ബുക്ക് ഓഫ് റൈറ്റ്സ് ആണ്. അതായത് നല്ലൊരു ജീവിതം നയിക്കാൻ, പ്രാക്ടീസിങ് ഗുഡ് ലൈഫ്, നല്ലൊരു ജീവിതം പ്രാക്ടീസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറേ റൈറ്റ്സ്, കുറേ വാക്യങ്ങൾ, കുറേ മന്ത്രങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ലീച്ചി എന്ന് പറയുന്നത്. അതായത് നല്ലൊരു സോഷ്യൽ ഓർഡർ ഉണ്ടായിരിക്കുക, നല്ലൊരു മോറൽ വാല്യൂസ് ഉണ്ടായിരിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ലീച്ചി എന്ന് പറയുന്ന പുസ്തകം ഇതായിട്ടുള്ളത്. അടുത്തതാണ് ഷുൻഷി എന്ന് പറയുന്നത്. ഷുൻഷി എന്ന് പറഞ്ഞ പുസ്തകം കുറേയൊക്കെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണിത്. രാജാക്കന്മാരുടെ ക്രോണിക്കിൾസ്, അവരുടെ പുറപ്പെടുവിപ്പിക്കൽ ഉത്തരവുകൾ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു 722 മുതൽക്ക് 481 BC കാലഘട്ടത്തിലുള്ള സ്റ്റേറ്റിലെ വിവിധ ഗവൺമെന്റുകളുടെ ഉത്തരവുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ റെക്കോർഡ്സ്, ഭരണപരമായിട്ടുള്ള ഒഫീഷ്യൽ രേഖകൾ അടങ്ങിയിട്ടുള്ള പുസ്തകമാണ് ഷുൻഷി എന്ന് പറയുന്നത്. കുറച്ചൊക്കെ ഹിസ്റ്റോറിക്കൽ ആയിട്ടാണ് ഈ 5ാമത്തെ പുസ്തകത്തിനെ കണക്കാക്കുന്നത്. ഇതാണ് 5 ക്ലാസിക്കുകൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹ്യൂമൻ വാല്യൂ, അതുപോലെ തന്നെ ലവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കൺഫ്യൂഷ്യനിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 5 ക്ലാസിക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇതിനോടൊപ്പം നമുക്ക് ഇനി 4 സേക്രഡ് ബുക്സുകളുണ്ട്. 4 സേക്രഡ് ബുക്സ്. ഈ 4 സേക്രഡ് ബുക്സ് രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ശേഷം, അതായത് കൺഫ്യൂഷ്യസിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആണ് ഈ ഒരു 4 പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 4 സേക്രഡ് ബുക്സ് എഴുതിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 2 പുസ്തകം എന്ന് പറയുന്നത്, അതിൽ ഒന്നാമത്തെ പുസ്തകം നമ്മൾ നേരത്തെ പറഞ്ഞ റെക്കോർഡ് ഓഫ് റിച്വൽസ്, ദ ഗ്രേറ്റ് ലേണിംഗ് എന്ന് പറയുന്ന പുസ്തകമാണ്. പിന്നെ ഒന്ന് പറയുന്നത് ഡോക്ട്രൈൻ ഓഫ് ദി മീൻ, ഷുങ് യുങ് എന്ന് പറയുന്ന ഡോക്ട്രൈൻ ഓഫ് ദി മീൻ ആണ്. വേറെ 2 പുസ്തകം അനാലക്സും മെൻസിയസും ആണ്. അനാലക്സ് NALECTS, അനലക്സും മെൻസിയസ് MENCIUS, മെൻസിയസ് എന്ന് പറഞ്ഞ 2 പുസ്തകങ്ങളാണ്. ഇതിൽ മെൻസിയസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോളോവർ ആണ്, കൺഫ്യൂഷ്യസിന്റെ ഫോളോവർ ആണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ബുക്കാണ് മെൻസിയസ് എന്ന് പറയുന്നത്. അനലക്സ് എന്ന് പറയുന്നതും വേറൊരു പുസ്തകം തന്നെയാണ്. അപ്പോൾ ഈ അനലക്സ്, മെൻസിയസ്, അപ്പോൾ ഈ 4 കൂടി ചേർന്നതാണ് 4 എന്താ പറയുക സീക്രട്ട് ബുക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഒരു 13 ക്ലാസിക്സ് കൺഫ്യൂഷ്യനിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജീനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഉണ്ടായിട്ടുണ്ട്. ഒരു 13 ക്ലാസിക്സിലൂടെയാണ് ഈ ഒരു ഫിലോസഫി അറിയപ്പെടുന്നത്. ദെൻ കൺഫ്യൂഷ്യസ് ഫിലോസഫി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞല്ലേ. അദ്ദേഹം ഒരു ടീച്ചറും ആയിരുന്നു, ഒരു ഫിലോസഫറും ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു ഇന്നോവേറ്റർ ആയിരുന്നു, എത്തിക്കലി ഗുഡ് കോണ്ടാക്ട്, ഒരു സത്യസന്ധമായിട്ടുള്ള ജീവിതം, അതുപോലെ മോറൽസ്, ഒരുപാട് എന്താ പറയുക ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരും. അങ്ങനത്തെ മോറൽ, എത്തിക്കൽ, അങ്ങനത്തെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹമായിരിക്കും ചൈനയുടെ ആദ്യത്തെ മോറലിസ്റ്റ് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ചൈനയുടെ ഫസ്റ്റ് മോറലിസ്റ്റ് ആണ് കൺഫ്യൂഷ്യസ് എന്നുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഫിലോസഫിക്കൽ എലമെന്റ്സിനെ നമുക്ക് നോക്കാം. 5 ഫിലോസഫിക്കൽ കൺഫ്യൂഷൻ പ്രിൻസിപ്പിൾസ് 5 എണ്ണമാണ് പറയുന്നത്. ലീ, റെൻ, ഷു, ഈ, സിയാവോ. ഇതിനെ ഈ അതിന് പലതിലും പല പേരുകളുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ അറിയുന്ന ഒരു പേര് പറയാണ് ലീ, LI, ലീ. ലീ എന്ന് പറഞ്ഞാൽ ഒരുപാട് റൈറ്റ്സ്, റിച്വൽസ്, റൂൾസ്, അതിനെ കുറിച്ചൊക്കെ ഉള്ളതാണ് റൈ എന്ന ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള നല്ലൊരു സൊസൈറ്റി എങ്ങനെ ആയിരിക്കണം അതിനെ കൂട്ടിയോജിപ്പിക്കുന്ന ഘടകങ്ങളാണ് ലീ എന്ന് പറയുന്നത്. റെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റി, ലവ്, ബെനവലൻസ്, ഹ്യൂമനൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അടങ്ങുന്നതാണ് റെൻ എന്ന് പറയുന്നത്. ഷു എന്ന് പറഞ്ഞാൽ എമ്പതിനെ കുറിച്ചിട്ടുള്ള റെസിപ്രോസിറ്റി ഒക്കെയാണ് ഷു എന്ന് പറയുന്നത്. ഈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റിയസ്നെസ്. സിയാവോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിയാവോ XIAO, സിയാവോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയോളജിയാണ്. അപ്പോൾ 5 എണ്ണാണ് പറഞ്ഞത്. ലീ, റെൻ, ഷു, ഈ, സിയാവോ. ഇതാണ് കൺഫ്യൂഷൻ ഫിലോസഫി എന്ന് പറയുന്നത്. ഇനി ഈ കൺഫ്യൂഷനിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഈ ഒരു തോട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തിച്ചത് കൺഫ്യൂഷന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ആണ്. അതിലൊരു പ്രധാനപ്പെട്ട ഫോളോവറാണ് മെൻഷിയസ് എന്ന് പറയുന്നത്. നമ്മൾ മെൻഷിയസിന്റെ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ മെനിക്കസിന്റെ പുസ്തകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ആളാണ് സൂൻ സു എന്ന് പറയുന്നത്. HSUN, സൂൻ, TZU.
അസൂൻ സു എന്ന് പറയുന്നതാണ് അടുത്തൊരു ഇത്. ഇവർ രണ്ടുപേരും അപ്പോസ്തലന്മാരായിട്ടാണ് രണ്ട് അപ്പോസ്തലന്മാർ എന്നാണ് കണക്കാക്കുന്നത്. അതിൽ മെൻസിയസിന്റെ കാലഘട്ടം 371 to 289 BCE ആണ്. അദ്ദേഹം ചൈനയുടെ ഒരു സെയിന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ഒരു പ്രവാചകനായിട്ടാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിന് സെക്കൻഡ് സേജ് എന്ന് ചൈനയിൽ അറിയപ്പെടുന്നുണ്ട്, സെക്കൻഡ് സേജ് എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് സൂൻസു ആണ്. അദ്ദേഹമാണ് രണ്ടാമത്തെ അപ്പോസ്തലനായിട്ട് അറിയപ്പെടുന്നത്. ഫസ്റ്റത്തെ മെൻസ്കിയസ് ആണ്, രണ്ടാമത്തെ അപ്പോസ്തലനാണ് സൂൻസു എന്ന് പറയുന്നത്. അദ്ദേഹം ഗവൺമെന്റിൽ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണമെന്ന്, പോപ്പുലേഷന്റെ മീതെ ഗവൺമെന്റിന് കൺട്രോൾ ഉണ്ടായിരിക്കണമെന്ന്, എഡ്യൂക്കേഷൻ എങ്ങനെയാണ് ഒരു ശരിയായിട്ടുള്ള മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ് സൂൻസു എന്ന് പറയുന്നത്. അപ്പൊ ഇവരിലൂടെയാണ് കൺഫ്യൂഷ്യനിസം പിന്നീട് ലോകത്തിന് പരിചയമാകുന്നതും കൂടുതൽ നിലനിൽക്കുന്നതും ഇവരിലൂടെയാണ്. അപ്പൊ ഇത്രയാണ് കൺഫ്യൂഷ്യനിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. കൺഫ്യൂഷ്യസിന് ശേഷം ഉണ്ടായി വന്നിട്ടുള്ള മറ്റൊരു പ്രധാന ബ്രാഞ്ചാണ് ടാവോയിസം എന്ന് പറയുന്നത്. ഒരു തോട്ടാണ് ടാവോയിസം എന്ന് പറയുന്നത്. കൺഫ്യൂഷ്യനിസത്തിന് ശേഷം വന്നതാണ്. ലാവോ സു ആണ് ടാവോയിസം എന്ന് പറയുന്ന പുതിയ സെക്റ്റിന്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് ലാവോ സു ആണ്. അദ്ദേഹം ചൗ പീരീഡിൽ, ചൗ വംശത്തിന്റെ സമയത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജനനം 604 BCE or 605 BCE ആയിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം തീയിലകപ്പെട്ട് മരിച്ചൊരു വ്യക്തിയും കൂടി ആണ്. ടാവോയിസം എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷ്യസിന് ശേഷം ഒരു 60 years കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പുതിയൊരു റിലീജിയസ് സെക്റ്റാണ്, ഒരു റിലീജിയസ് വിഭാഗമാണ് അവരെന്ന് പറയുന്നത്. ഈ ലാവോ സു വെയ് കോർട്ടിലെ ഒരു അംഗമായിരുന്നു. വെയ് കിങ്ഡത്തിന്റെ, വെയ് വംശത്തിന്റെ കോർട്ടിലൊരു അംഗമായിരുന്നു ലാവോ സു. ഒരു 5th century BCയോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പുതിയ തോട്ടിന് തുടക്കം കുറിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ്, വളരെ സമാധാനത്തോടു കൂടെയുള്ള ഒരു മൈൻഡ് രൂപപ്പെടുത്തിയെടുക്കാം, ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കാം എന്നാണ് അദ്ദേഹത്തിന്റെ തോട്ടിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളുണ്ട്. ഈ 3 പുസ്തകങ്ങളിലൂടെയാണ് ടാവോയിസം എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിച്ചിട്ടുള്ളത്. 3 ബുക്കിൽ ഒന്നാമത്തേതാണ് ടാവോ ടെ ഷിങ്, TAOTECHING, ടാവോ ടെ ഷിങ്. ആ പുസ്തകമാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തർജ്ജമയാണ് ക്ലാസിക് ഓഫ് ദി വേ ആൻഡ് വാല്യൂസ്, ക്ലാസിക് ഓഫ് ദി വേ ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് ഒരാളുടെ റൈറ്റ് ആയിട്ടുള്ള കോണ്ടക്ട് എന്തായിരിക്കണം എന്നാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. അടുത്തൊരു ടെക്സ്റ്റ് ആണ് ഷുവാങ്സു, CHUANGTZU, ഷുവാങ്സു എന്ന് പറയുന്നത് 3rd century BCയിലാണ് ഈ പുസ്തകം എഴുതപ്പെട്ടിട്ടുള്ളത്. അടുത്ത മൂന്നാമത്തെ വർക്കാണ് ലേസു, LIEHTZU, ലേസു എന്നുള്ളത്. അത് 3rd century CEയിലാണ് എഴുതപ്പെട്ടത്. അത് 3rd century CEയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇതാണ് പ്രധാനപ്പെട്ടുള്ള ബുക്സ് എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിലൂടെ വിവിധങ്ങളായിട്ടുള്ള പ്ലഷേഴ്സ് ആൻഡ് ഹാപ്പിനെസ്, സന്തോഷവും പ്ലഷറും എങ്ങനെ നിലനിർത്തണം, അതിന് വേണ്ടുന്ന വാല്യൂസ്, ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കണം, പേഴ്സണലി ഒരാൾ സൂക്ഷിക്കേണ്ട വാല്യൂസ് എന്തൊക്കെയായിരിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. ടാവോ എന്നത് അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ഗുഡ് മാൻ ആയിട്ട് ജീവിക്കേണ്ടത് എന്നതാണ് പറയുന്നത്. അതിനോടൊപ്പം തന്നെ റൂളേഴ്സിന്റെ ശരിയായിട്ടുള്ള ഭരണം ഇല്ലാതെ വരുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ടാവോയിസത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സിംപ്ലി നമ്മൾ ഗുഡ് കോണ്ടാക്റ്റിൽ ജീവിക്കുക മാത്രമല്ല, പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടടുത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യണം എന്ന രീതിയിലുള്ളൊരു കോൺസെപ്റ്റാണ് ടാവോയിസത്തിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റിബല്യൻ ഉണ്ടാവുക, വാർ എന്ന് വെച്ചാൽ മീൻസ് പ്രൊട്ടസ്റ്റ് ഉണ്ടാവുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൺഫ്യൂഷനിസം മുന്നോട്ട് വെച്ചിട്ടുള്ള പല പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല പ്രവർത്തനങ്ങളെയും എതിർക്കുകയും ടാവോയിസം ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു കോൺസെപ്റ്റിൽ ചൈനീസിന്റെ ഒരു കോൺസെപ്റ്റ്, ചൈനയിലെ മൊത്തത്തിലൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ബാലൻസിങ് ഫോഴ്സസ് ആയിരുന്നു. കൺഫ്യൂഷനിസത്തിന്റെ ഒക്കെ ഒരു ഇതായിരുന്നു. 2 ബാലൻസിങ് ഫോഴ്സസ് ഉണ്ടായിരുന്നു, ഇന്നും യാങ്ങും, YIN ഇങ്ങും, YANG യാങ്. യാങ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ട് വരുന്ന ഒരു സാധനമാണ് എന്ന് അവർ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഫീമെയിൽ, അതുപോലെ തന്നെ പാസീവ് എലമെന്റ്സ്, ഡാർക്ക്നെസ് തുടങ്ങിയവയൊക്കെ ഇന്നിലാണ് വരുന്നത്. അതേസമയം യാങ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിട്ട് കണക്കാക്കുക, മെയില്,
ഹെവൻ, ലൈറ്റ്, ഇതൊക്കെയാണ് യാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ യാങ് ഈ രണ്ട് കോൺസെപ്റ്റിലാണ് അവരുടെ ഇതെല്ലാം നടത്തിക്കൊണ്ട് പോരുന്നത്. അപ്പോൾ ടാവോയിസം പറയുന്നത് ഇന്നും യാങ്ങും അതിൻ്റെ സംയുക്തമായ രൂപത്തിൽ വേണം ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കാമെന്നാണ്. യാങ് പൂർണ്ണമായിട്ടും വേണ്ടെന്നോ അല്ലെങ്കിൽ ഇന്ന് പൂർണ്ണമായിട്ടും വേണ്ട യാങ് മാത്രം നിലനിൽക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. രണ്ടിൻ്റെയും സംയുക്തമായ രൂപത്തിലായിരിക്കണം എന്നാണ് ടാവോയിസം മുന്നോട്ട് വെച്ച ആശയം. അപ്പോൾ ഇതാണ് ചൈനയിൽ ഫോം ചെയ്തിട്ടുള്ള, കൺഫ്യൂഷ്യനിസത്തിന് ശേഷം ചൈനയിൽ ഫോം ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ചൈനയിൽ പ്രചാരണത്തിലെത്തിയ ഒന്നാണ് ബുദ്ധിസം എന്ന് പറയുന്നത്. ബുദ്ധിസം ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലാണ് ബുദ്ധിസം ഫോം ചെയ്യുന്നത്. ഇത് ചൈനയിൽ പോപ്പുലർ ആവുന്നത് ഹാൻ പീരീഡിന്റെ കാലഘട്ടത്തിലാണ്. ഹാൻ പീരീഡ് അതിന് ശേഷമാണ് ചൈനയിൽ അത് പോപ്പുലറൈസ് ആവുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് മങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്യാസി ബുദ്ധഭിക്ഷുക്കൾ ഇവിടെ നിന്ന് ചൈനയിലേക്ക് പോയിട്ട് ചൈനയിൽ ആ മതം പ്രചരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി 12ഓളം ഇന്ത്യൻ ബുദ്ധഭിക്ഷുക്കൾ ഇവിടുന്ന് പോയിട്ട് 350 ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ ചൈനീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് ഇവിടെ നിന്നുള്ള ഒരു ബുദ്ധമതം പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കാർ തീരുമാനിച്ച അന്നത്തെ കാലഘട്ടത്തിൽ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത് ചൈനയിലേക്ക് എത്തുന്നതും ചൈനയിൽ വളരുന്നതും. നമുക്ക് ഇന്ത്യൻ ബുദ്ധിസത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ ബുദ്ധിസത്തില് 3 ബാസ്കറ്റ്സ് എന്നാണ് ഇന്ത്യൻ ബുദ്ധിസത്തിലെ വർക്ക്സിനെ പറയുന്നത്. വിനയപീഠക, സൂത്തപീഠക, അഭിധമ പീഠക, ത്രിപീഠകാസ് എന്നാണ് പറയാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ബാസ്കറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിലൂടെയാണ് ഇന്ത്യൻ ബുദ്ധിസത്തിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഒരു 5000 സെക്ഷൻസ് ഒക്കെ ഉള്ള ഒരു വലിയ പുസ്തകമാണിത്. ബുദ്ധിസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സെൻട്രൽ ഏഷ്യ, ഈസ്റ്റേൺ ഏഷ്യ, നമുക്കറിയാം ടിബറ്റൻ അങ്ങനത്തെ പ്രദേശങ്ങളിലൊക്കെയാണ് കൂടുതൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. നേപ്പാൾ അവിടെയൊക്കെ. ഈ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അശോകന്റെ കാലഘട്ടത്തിൽ അതിനുശേഷം കനിഷ്ക തുടങ്ങിയവരുടെയൊക്കെ കാലഘട്ടത്തിൽ, കുഷാന എംപയറുടെയൊക്കെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ബുദ്ധിസം പല സ്ഥലത്തേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് വരുന്നത്. ബുദ്ധിസത്തിന് 2 മേജർ സെക്റ്റുകളാണ്. ബുദ്ധിസം 2 മേജർ സെക്റ്റായിട്ടാണ് നിലനിൽക്കുന്നത്. ഹീനയാന ബുദ്ധിസം അഥവാ ലെസർ വെഹിക്കിളും മഹായാന ബുദ്ധിസം അഥവാ ലാർജർ വെഹിക്കിളും ഗ്രേറ്റർ വെഹിക്കിൾ, അങ്ങനെ 2 വെഹിക്കിൾസ് ആയിട്ടാണുള്ളത്. ഇതിൽ മഹായാന ബുദ്ധിസമാണ് ചൈന, കൊറിയ, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഹീനയാന ബുദ്ധിസമാണ് ടിബറ്റ്, ബർമ, സിലോൺ, തായ്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത്. ഇത് രണ്ടും 2 സെക്റ്റാണ്. രണ്ടിനും 2 കോൺസെപ്റ്റും 2 കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ബുദ്ധിസം എന്ന് പറയുന്ന വേറൊരു ചാപ്റ്റർ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനി ഈ ചൈനയിലെ ബുദ്ധിസം എന്ന് പറയുന്നത്, ബുദ്ധിസം ഇൻ ചൈന എന്ന് പറയുന്നത് മഹായാന ബുദ്ധിസമാണ്. മഹായാന ബുദ്ധിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബോധിസത്വാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് അവർ കൊണ്ടുവരുന്നത്. ബോധിസത്വാസ് അത് ഇന്ത്യയിലുണ്ട്. ബോധിസത്വ ഇമേജസ് സാധാരണ ബുദ്ധന്റെ ഇമേജസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ബോധിസത്വ എന്നൊരു കോൺസെപ്റ്റാണ് അവർ കൊണ്ടുവരുന്നത്. ഇനി ചൈനയിൽ ബുദ്ധിസം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 64 CEയിലാണ്. 64 ACയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഹാൻ പീരീഡിന് ശേഷം മിങ് ടി എന്ന് പറയുന്ന റൂളറിന്റെ സമയത്ത്, MINGTI മിങ് ടി എന്ന് പറയുന്ന റൂളറിന്റെ സമയത്താണ് ഈ ഒരു സെക്ട് അല്ലെങ്കിൽ ഈ ഒരു റിലീജിയൻ ഫേമസ് ആവുന്നതും എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതും. ഇവരുടെ കാലഘട്ടത്തിൽ തന്നെ ബുദ്ധന്റെ വിവിധങ്ങളായിട്ടുള്ള സ്തൂപങ്ങൾ പലയിടത്തായിട്ട് സ്ഥാപിക്കുന്നുണ്ട്. സ്റ്റോൺ, കല്ലുകൊണ്ട്, ബ്രിക്ക് കൊണ്ട്, അതുപോലെ തന്നെ മരങ്ങളോടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധ സ്തൂപങ്ങൾ പലയിടത്തും ഈസ്റ്റേൺ ഏഷ്യയിലെ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഈ രീതിയിലാണ് ഇത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രചരിച്ചിട്ടുള്ളത്. ഇനി ഒരുപാട് ചൈനീസ് ട്രാവലേഴ്സ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിലെ ബുദ്ധിസം എങ്ങനെയാണെന്നും ബുദ്ധിസത്തിന്റെ റൂട്ട്സ് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് അവർ വന്ന് പഠിച്ച് മനസ്സിലാക്കി ട്രാൻസ്ലേറ്റ് ചെയ്ത് ബുദ്ധിസം അവിടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വന്ന പല ട്രാവലേഴ്സും പിന്നീട് തിരിച്ചു പോകാതെ ഇന്ത്യയിൽ തന്നെ നിന്നിട്ട് അവിടെ തിരിച്ചെത്താത്ത പല റൂളേഴ്സും ഉണ്ട്. അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള റൂളറാണ് ഫാഹിയാൻ എന്ന് പറയുന്നത്. ഫാഹിയാന് മുമ്പ് എന്താ പറയാ, ഹുയി ഷാങ്, ഷിൻ സിങ്, ഹുയി പിയാൻ തുടങ്ങിയ കുറച്ച് ആൾക്കാർ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും കുറച്ച് ആൾക്കാർ ട്രാവലേഴ്സ് ഇന്ത്യയിലേക്ക് ചെന്നിട്ട് പിന്നെ അവർ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതേസമയം ഫാഹിയാൻ ഇന്ത്യയിൽ സെൻട്രൽ ഏഷ്യയിൽ ചുറ്റിയിട്ട് ഒരു 399
ഒക്കെ ആവുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. 399 ACയിലൊക്കെ ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ബുദ്ധിസം, അതിന്റെ റൂട്ട്സ്, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ തുടങ്ങിയവ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് ഫാഹിയാൻ എന്ന് പറയുന്നത്. അദ്ദേഹം കൂടുതലും സെൻട്രൽ ഇന്ത്യയിലാണ് ചെലവഴിച്ചിട്ടുള്ളത്. പാടലിപുത്ര എന്ന് പറയുന്ന അന്നത്തെ ഇന്ത്യയുടെ മേജർ സെന്റർ പാടലിപുത്ര, ഈ പാടലിപുത്രയിൽ ഒരുപാട് കാലം താമസിക്കുകയും പഠനം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. ഇദ്ദേഹം അതിന്റെ ഭാഗമായി തന്നെ സാൻസ്ക്രിറ്റ് ലാംഗ്വേജ്, സാൻസ്ക്രിറ്റിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം പ്രധാനമായിട്ടും വിനയപീഠക, 3 പീഠകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വിനയപീഠകയുടെ കോപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ടും അതിന്റെ പഠനങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. വിനയപീഠകയെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തിരിച്ചുപോയ ഫാഹിയൻ ബുദ്ധിസം എന്ന് പറയുന്ന മതം ചൈനയിൽ സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ മതം സ്പ്രെഡ് ചെയ്യാൻ നോക്കിയപ്പോൾ അത് ആദ്യം സ്വീകരിക്കുന്നത് നോർത്തിലുള്ള ബാർബേറിയൻ വിഭാഗക്കാരാണ്. ചൈനയുടെ സൗത്ത് ഭാഗത്തിനേക്കാളും നോർത്തില് വടക്കേ അറ്റത്തുള്ള ബാർബേറിയൻസ്, അത്ര എന്താ പറയാ, ഒരു ബാർബേറിയൻ ജീവിതം നയിക്കുന്നവരാണ് അത് കൂടുതലായിട്ടും സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് ഈ ബാർബേറിയൻസ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്, ചൈനയുടെ ദക്ഷിണ ഭാഗങ്ങൾ കയ്യേറുന്ന സമയങ്ങളിലൊക്കെയാണ്, അവർ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്ന സമയങ്ങളിലാണ് ഈ മതം സദേൺ ഭാഗത്തിലേക്കും ചൈന മൊത്തം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നത്. നോർത്തില് വെയ് ഡൈനാസ്റ്റിയുടെ സമയത്തൊക്കെ ഈ ന്യൂ റിലീജിയൻ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ബുദ്ധിസ്റ്റ് കേവ് ടെമ്പിൾസ്, ബുദ്ധന്റെ ഗുഹാക്ഷേത്രങ്ങളൊക്കെ ഇവർ തുടങ്ങുന്നുണ്ട്. എവിടെയൊക്കെയാണ്? യുങ് കാങ്ങിലും ലുങ് മെനിലും, YUNKANG, യുൻ കാങ് അതൊരു സ്ഥലമാണ്. അടുത്തൊരു സ്ഥലമാണ് ലുങ് മെൻ, LUNGMEN, തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ കേവ് ടെമ്പിൾസ്, ഗുഹാക്ഷേത്രങ്ങൾ തുടങ്ങുന്നുണ്ട്. ബുദ്ധന്റെ ആർട്ട് വർക്കിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ 2 സ്ഥലത്തുള്ള ബുദ്ധിസ്റ്റ് കേവ് ടെമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി പിന്നീട് വന്നൊരു സമയത്ത്, അപ്പൊ ബുദ്ധിസം, ആദ്യം കൺഫ്യൂഷനിസം ഉണ്ടായി, പിന്നെ ബുദ്ധിസം വന്നു, പിന്നെ ടാവോയിസ് അതിന്റെ ഇടയ്ക്ക് വന്നു. ഈ 3 മതങ്ങളിലും പറയുന്ന കോൺസെപ്റ്റുകളെ സമാസമം ചേർത്ത്, മീൻസ് അവർക്ക് തോന്നുന്ന നല്ല ഇൻഗ്രീഡിയൻസ് അത് ചേർത്തുകൊണ്ട് മുന്നോട്ട് പോവാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. പല ആൾക്കാരും ഈ ചൈനീസിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ 3-ൽ നിന്നും വരുന്ന നല്ല കാര്യങ്ങൾ. പക്ഷെ അതിൽ ഏറ്റവും പ്രാധാന്യം ലഭിച്ചത് പിന്നീട് ബുദ്ധിസത്തിന് തന്നെയാണ്. ബുദ്ധിസം തന്നെയാണ് പ്രയോറിറ്റിയിൽ നിന്നത്, ബുദ്ധിസം തന്നെയാണ് കൂടുതൽ സ്വീകാര്യമായത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ബാർബേറിയൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആദ്യം അവരാണ് സ്വീകരിച്ചതെന്ന് പറഞ്ഞല്ലോ. ഒരു 4th സെഞ്ച്വറിയോട് കൂടിയിട്ടാണ് അവര് ബാർബേറിയൻസ് ചൈനയുടെ സൗതേൺ ഭാഗത്തിലേക്ക്, ദക്ഷിണ ഭാഗത്തിലേക്ക് കടന്ന് അവിടെ അവരങ്ങനെ കടന്നു കയറി അങ്ങനെ വന്നതിന് ശേഷമാണ് സദേൺ ഭാഗത്തുള്ള ഒരു ബുദ്ധിസം സ്വീകരിക്കുക. അങ്ങനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ചൈനയിൽ മൊത്തമാകെ ബുദ്ധിസം അബ്സോർവ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. ഇനി ഈ ബുദ്ധിസം എന്ന് പറയുന്ന സെക്റ്റിന്റെ ചൈനീസ് ഡെവലപ്മെന്റിന് വിവിധങ്ങളായിട്ടുള്ള സെക്റ്റുകളുണ്ട്, വേരിയസ് സെക്റ്റുകളുണ്ട്. വിവിധങ്ങളായിട്ടുള്ള സെക്ഷനുകൾ കൂടി ചേർന്നിട്ടാണ്, അല്ലെങ്കിൽ വിവിധ സ്കൂളുകൾ കൂടി ചേർന്നിട്ടാണ് ചൈനയിൽ ബുദ്ധിസം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ചില സ്കൂളുകൾ നോക്കാം. അതിൽ ഒന്നാമതായിട്ടുള്ളതാണ് ടിയാൻടായ് സ്കൂൾ എന്ന് പറയുന്നത്. TIENTAI, ടിയാൻടായ് സ്കൂൾ എന്ന് പറയുന്നത്. ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ വിവിധ സെക്റ്റുകളുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നാണ്. ഇത് ഫൗണ്ട് ചെയ്തത് ചിഹി ഒന്നാമനാണ്. ചിഹ് ഒന്നാമനാണ് ഫൗണ്ട് ചെയ്യുന്നത്. 538 to 597 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത് ചെക്കിയാങ് ആണ്. CHEKIANG, ചെക്കിയാങ് ആണ് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നത്. ലവ്, കോംപ്രമൈസ്, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഈ സ്കൂൾ കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിരുന്നത്. അടുത്തൊരു സെക്റ്റാണ്, ടിയാൻടായ് കഴിഞ്ഞ മറ്റൊരു സെക്റ്റാണ് ഷെൻ യെൻ സ്കൂൾ എന്ന് പറയുന്നത്. ഷെൻ യെൻ, CHENYEN സ്കൂൾ അല്ലെങ്കിൽ സെക്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹിന്ദുയിസത്തിന്റെ വേറൊരു താന്ത്രിക് കൾട്ടിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. തന്ത്രിക് കൾട്ട് ഓഫ് ഹിന്ദുയിസം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഒരുപാട് മാജിക് സൈനുകൾ, സിംബലുകൾ, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇത് വരിക. ഈ സെക്റ്റിന് ആൻസിസ്റ്റർ വർഷിപ്പ് ഉണ്ടെന്ന്, മരിച്ചു പോയവരെ ആരാധിക്കുന്ന ഒരു രീതി ഈ ഷെൻ എൻ സെക്റ്റിന് ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഭാഗമായിരുന്നു. അടുത്തതാണ് സ്കൂൾ ഓഫ് പ്യുവർ ലാൻഡ് എന്ന് പറയുന്നത്. ഇതിനെ പ്യുവർ ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്കൂളിൽ നിന്ന് പ്യുവർ ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. മഹായാന കോൺസെപ്റ്റിന്റെ ഒരു
ഭാഗം തന്നെയാണ് സ്കൂൾ ഓഫ് പ്യുവർ ലാൻഡ് എന്ന് പറയുന്നത്. ഇനി വേറൊരു വിഭാഗമാണ് സെൻ ബുദ്ധിസം, ZEN എന്ന് പറഞ്ഞ സെൻ ബുദ്ധിസം എന്ന് പറയുന്നത്. ഈ സെൻ ബുദ്ധിസത്തിന് ചൈനീസ് വേർഷനിൽ അറിയപ്പെടുന്നത് ഷാൻ എന്നാണ്, CHAN, ഷാൻ എന്നാണ് ചൈനീസ് വേർഷനിൽ അറിയപ്പെടുന്നത്. സെൻ എന്ന് ജാപ്പനീസ് ഇതിലാണ് സെൻ എന്ന് അറിയപ്പെടുന്നത്. ഈ സെൻ ബുദ്ധിസം ഡെവലപ്പ് ചെയ്യുന്നത് ടാൻ വംശത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സെക്ട് ചൈനയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള ബോധിധർമ്മ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ബോധിധർമ്മനാണ് സെൻ ബുദ്ധിസം അല്ലെങ്കിൽ ഷാൻ ബുദ്ധിസം ചൈനയിലേക്ക് കൊണ്ടുവരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ, നമ്മൾ മെഡിറ്റേഷൻ നടത്തുക, ട്രൂ നോളജ്, സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കുക, അറിവുണ്ടായിരിക്കുക, ഇതിനൊക്കെയാണ് സെൻ ബുദ്ധിസം പറയുന്നത്. നമുക്ക് നല്ല മെഡിറ്റേഷൻ ഉണ്ടായിരിക്കുക, പ്രകൃതിയെ കുറിച്ച് അറിയുക, നാച്ചുറിനെ കുറിച്ച് അറിഞ്ഞ് പ്രകൃതിയെ കുറിച്ച് അറിയുക, നല്ലൊരു മെഡിറ്റേഷനിലൂടെ എൻലൈറ്റ്മെന്റ്, ബോധോദയം ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെയാണ് സെൻ ബുദ്ധിസം പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. ഇതിനൊരു ടാവോയിസ്റ്റിക് ട്രഡിഷന്റെ ന്യൂ ഫോം, ടാവോയിസ്റ്റിക് ട്രഡിഷന്റെ ഒരു പുതിയ ഫോമായിട്ടും സെൻ ബുദ്ധിസത്തിനെ പലരും പറയുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയെ സ്നേഹിക്കുക, എൻലൈറ്റ്മെന്റ്, മെഡിറ്റേഷനിലൂടെ ട്രൂ നോളജ് ഉണ്ടാക്കുക, അങ്ങനെ എൻലൈറ്റ്മെന്റ് നേടിയെടുക്കുക, ഇതൊക്കെയാണ് സെൻ ബുദ്ധിസം പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ബുദ്ധിസത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള, സെൻ ബുദ്ധിസം വേറൊരു ഇത് തന്നെയാണ്, പക്ഷെ ബുദ്ധിസത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സെക്റ്റുകൾ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് ബുദ്ധിസത്തിന്റെ വളർച്ച അല്ലെങ്കിൽ ബുദ്ധിസത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ബുദ്ധിസം ടാവോയിസം തമ്മിൽ ആ സമയത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു വെൻ ഷെൻ ടി എന്ന് പറഞ്ഞ ഒരു റൂളർ, വെൻ ഡൈനാസ്റ്റിയുടെ വെൻ ഷെൻ ടി, WENCHENTI, ഇദ്ദേഹം അധികാരത്തിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ബുദ്ധിസം എന്ന് പറയുന്നത് ചൈനയിൽ റീസ്റ്റോർ ചെയ്യുകയും അതിലേക്ക് അതിന് കൂടുതൽ ഡെവലപ്മെന്റിന് സഹായിക്കുകയല്ല ചെയ്യുന്നത്. ബുദ്ധ ഇമേജസ് ഉള്ള ഗുഹകൾ നിർമ്മിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വെയിൻ ഡൈനാസ്റ്റിയുടെ സമയത്ത്, അങ്ങനെയാണ് ബുദ്ധിസം എന്ന് പറയുന്നത് റീകൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നത്. ഇനി ബുദ്ധിസം ചൈനയിൽ ഏറ്റവും ഫ്ലറിഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കാലഘട്ടം എന്ന് പറയുന്നത് ടാങ് ഡൈനാസ്റ്റിയുടെ കാലത്ത്, TANG, ടാങ് വംശത്തിന്റെ സമയത്താണ്. ഇറ്റ്സ് നോൺ ആസ് ദ ഗോൾഡൻ ഏജ് ഓഫ് ബുദ്ധിസം. ഈ കാലഘട്ടം സുവർണ കാലഘട്ടമായിരുന്നു ബുദ്ധിസത്തിന്റെ എന്നാണ് പറയുന്നത്. ഒരുപാട് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് ഈ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് വെയ് ഷാങ്, അടുത്തതാണ് സിൻ എറ്റ്, അടുത്തതാണ് സേ പെയ്, അടുത്തതാണ് ഷിൻ കു. അതിൽ വെയ് ഷാങ് WEICHANG ആണ് സ്പെല്ലിങ്. അടുത്തത് സിൻ എറ്റിന്റെ HSIN-YET ആണ്. അടുത്തത് സേ പെയ് TZEPEI. അടുത്തത് ഷിൻകു CHINKU. ഇതൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട മൊണാസ്ട്രീസ്, ബുദ്ധവിഹാര കേന്ദ്രങ്ങൾ എന്ന് പറയും. അതൊക്കെ ഇതാണ്. അത് ടാങ് പീരീഡിന്റെ സമയത്ത് ഡെവലപ്പ് ചെയ്ത ഇറ്റ്സ് എ ഗോൾഡൻ പീരീഡ്, സുവർണ കാലഘട്ടമായിരുന്നു ബുദ്ധിസത്തിന്റെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹുവാൻ സാങ്ങിനെ കുറിച്ചാണ്. ഹുവാൻ സാങ് എന്ന് പറഞ്ഞാൽ 596 to 664 BC ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതുപോലെ ഒരു ബുദ്ധിസ്റ്റ് തീർത്ഥാടകരാണ്, ബുദ്ധിസ്റ്റ് പിൽഗ്രിമാണ്. അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് തീർത്ഥാടകനാണ്, ബുദ്ധിസ്റ്റ് പിൽഗ്രിമാണ് ഹുവാൻ സാങ് എന്ന് പറയുന്നത്. 629 CE to 645 ACE കാലഘട്ടത്തിലാണ് അദ്ദേഹം സെൻട്രൽ ഏഷ്യയിലേക്ക് വന്നത്. സെൻട്രൽ ഏഷ്യയിലെ പല സ്ഥലങ്ങളും കണ്ടിട്ട് അപ്പോഴേക്കും ബുദ്ധിസം പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. 625 ACE എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിസം ഒരുപാട് സ്ഥലത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ബുദ്ധിസം ഒരു മെയിൻ മെയിൻ റിലീജിയൻ ആയിട്ട് പലയിടത്തും സ്വീകരിച്ചു തുടങ്ങിയ സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഹുവാൻ സാങ് സെൻട്രൽ ഏഷ്യയുടെ പല സ്ഥലങ്ങളിലും പോയിട്ട് അവസാനം ഇന്ത്യയിൽ 633 ACEയിൽ എത്തുന്നത്. അദ്ദേഹം ഇവിടെ വന്നിട്ട് ഇവിടത്തെ ഒരു രീതികളും കാര്യങ്ങളൊക്കെ ബുദ്ധിസം എന്ന് പറയുന്ന സെക്റ്റിന് വസുബന്ധു, ധർമ്മപാല തുടങ്ങിയ രാജാക്കന്മാരെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അങ്ങനത്തെ കുറെ ഇപ്പോൾ പാല ഡൈനാസ്റ്റി, ഇന്ത്യയിലെ പാല വംശത്തിന്റെ സമയത്ത് ഒരുപാട് സ്കൂൾസുകൾ, ബുദ്ധിസം, മഹാന ബുദ്ധിസം, അങ്ങനെ ഒരുപാട് ബുദ്ധിസത്തിന്റെ പല വജ്രാന ബുദ്ധിസത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് സ്കൂളുകളൊക്കെ തുടങ്ങിയ സമയം. അപ്പോൾ വസുബന്ധു, ധർമ്മപാല തുടങ്ങിയവരൊക്കെ ഇന്ത്യയിൽ എങ്ങനെയാണ് ബുദ്ധിസത്തിനെ ഡെവലപ്പ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട്
അദ്ദേഹത്തിന്റെ ഒരു റെക്കോർഡാണ് അത്, പുസ്തകമാണ്. അതിനെ റെക്കോർഡ് ഓഫ് ദി വെസ്റ്റേൺ റീജിയൻസ് എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിലെ പഠനങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു റൈറ്റിംഗ് ആണ്. ഒരു മേജർ ബുദ്ധിസത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ ബുദ്ധിസത്തിന്റെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു മേജർ വർക്കാണ് ഹ്വാൻസാങ്ങിന്റെ ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബുദ്ധിസത്തെ കുറിച്ച് നമുക്ക് മേജറായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ചൈനയിൽ റിലീജിയൻ, ഫിലോസഫി തുടങ്ങിയവയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് കൺഫ്യൂഷനിസം, ടാവോയിസം, ബുദ്ധിസം, ഈ മൂന്നിൻ്റെയും ഡെവലപ്മെന്റും ഈ മൂന്നും നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, ഫിലോസഫിക്കൽ എലമെന്റ്സ് തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ ഇതാണ് റിലീജിയൻ ആൻഡ് ഫിലോസഫി എന്ന പുസ്തകത്തിൽ നമുക്ക് യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത്രയാണ് അതിൽ നമുക്ക് പഠിക്കാനുള്ളത് റിലീജിയൻ ആൻഡ് ഫിലോസഫിയിൽ. താങ്ക്